നമസ്കാരം. നുണക്കുഴി അങ്ങനെ പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പടത്തിൻ്റെ ട്രെയിലർ പോലെ കുറേ നുണകൾ കൊണ്ട് പെടുന്ന കുറേ നുണകൾ പറയുന്ന കുറേ പേര് ഒരു കുഴിയിൽ വന്ന് ചാടി ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് ഈ ഒരു പടത്തിൻ്റെ തീം. ഡയറക്ടർ ബൈ ജിത്തു ജോസഫ്, റിട്ടൺ കൃഷ്ണകുമാർ, അറിയില്ല, കൂമൻ ഇതൊക്കെ എഴുതിയ പുള്ളിക്കാരനാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത്. ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ അതിന് ഒന്നും പറയേണ്ട കാര്യമില്ല. നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും പുള്ളി അതിൻ്റെതായ വിഷ്വൽ ക്രിയേഷൻ തന്നെ പുള്ളിക്കാരൻ ചെയ്യും. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നുണക്കുഴി ആ ഒരു പേരിൽ തന്നെ നിലവിൽ നമുക്കറിയാം അതൊരു നുണയാണോ ഇതെന്താണെന്നുള്ളത്. അതല്ല, സാഹചര്യത്തിനനുസരിച്ച് അവർ നുണ പറഞ്ഞ് രക്ഷപ്പെടുക, അപ്പം തന്നെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ത്രില്ല്. നമ്മൾ ഈ ഒരു പടമൊക്കെ പണ്ട് പ്രിയദർശൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ ഇൻസിഡൻറ്റ് എല്ലാം കൂടി വന്നിട്ട് അവസാനം ഒരു എൻഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ. അതൊക്കെയാണ് നമുക്ക് ചില സമയത്ത് ഓർമ്മയത്. കാരണം ഇവിടെ കുറേ എന്നൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ അങ്ങനെ വലിയൊരു താരനിര എന്ന് പറയുന്നില്ല. ഇൻ്റർവ്യൂവിൽ വന്ന് ഇരുന്ന് വരും. പിന്നെ ഇൻ്റർവ്യൂ അല്ലാതെ കുറച്ച് കോമഡി താരങ്ങൾ നമ്മുടെ ഈ ഒരു ചിരിയിലൊക്കെ വന്ന കുറേ കോമഡി സ്റ്റാർസിൽ കുറച്ച് പേരുണ്ട്. അതിൽ വലിയൊരു ഇതില്ല, കുറച്ച് നമുക്ക് വിരലിലെണ്ണാവുന്ന കുറച്ച് താരനിര ഇതിൽ നിലവിലുണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ടത് ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ സിദ്ദിഖ്, അജു വർഗീസ്, സൈജു കുറുപ്പ്, ഫേസ് ആൻ്റണി, ഇങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഈ ഒരു പടത്തിൻ്റെ ഒരു ത്രൂ ഔട്ടിൽ തന്നെ നിലവിലുണ്ട്. കാരണം ഓരോരോ സീൻ എടുത്ത് നോക്കുമ്പോൾ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്, നമുക്കതൊന്നും അറിയാൻ പറ്റാത്തത്. കാരണം കുറേ ഇൻസിഡൻറ്റിനെ ഇങ്ങനെയുള്ളൊരു പടമൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ ഇൻസിഡൻറ്റിനെയൊക്കെ എടുത്ത് ഒരു ലെവലിലോട്ട് ആക്കണം. ആ ലെവലിലോട്ട് ആക്കുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റി ഈ പടം മൊത്തം ഫ്ലോപ്പാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അത് മനസ്സിലായില്ലെന്ന് വെച്ചാൽ പടം ഫ്ലോപ്പാണ്. ആ ഒരു ഇതിൽ കറക്റ്റ് 100ൽ 100 മാർക്ക് കൊടുത്തിരിക്കുന്നു ഈ ഒരു പടത്തിന്. പടം തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആ പടത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തുടങ്ങിയ ഒരു ഒരു വെടിക്കെട്ട് തുടക്കിയ ഇവിടെ തിരികൊളുത്തി വിട്ടത് അവസാനിച്ചത് ക്ലൈമാക്സിലാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള ലെവലിലാണ് പടം കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക്, ബേസിൽ ജോസഫിലെ വാവ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് പുള്ളി റിച്ച്മാൻ പുള്ളിക്കാരൻ്റെ ഒരു പുള്ളിൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു മണ്ടത്തരം, ആ മണ്ടത്തരത്തിൽ പോയി ചെന്ന് ചാടുന്ന ഒരു കുഴിയിൽ ചാടുക, ആ കുഴിയിൽ സ്കിപ്പായി വരിക, പിന്നെ ഓരോരോ കഥാപാത്രങ്ങൾ ഇതിൽ പോലെ വന്നപ്പെടുക, അതൊന്ന് ഊരി വരാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് അതിൽ. അല്ല, നമ്മുടെ പപ്പുച്ചേട്ടൻ്റെ മോനുണ്ട്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ആ പടത്തിൻ്റെ കഥയും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള BGM ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ മൈ ബോസിൻ്റെ അത്രയുള്ള കൗണ്ടറുകൾ ഇല്ലയെന്നുണ്ടെങ്കിലും ഇതൊരു സാഹചര്യം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കൗണ്ടർ ഉണ്ടല്ലോ. ഇപ്പം ഇന്നൊരു സീനിന് ഇന്നൊരു സമയത്ത് വരുന്ന ആ സിറ്റുവേഷൻ കൗണ്ടർ, അല്ലാതെ കൗണ്ടറുകളായിട്ടൊന്നുമില്ല. അങ്ങനെ കൗണ്ടറുകളായിട്ടില്ല, സിറ്റുവേഷൻ ബേസിൽ നമ്മൾ ചിരിച്ച് ഒരു ക്ലീൻ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പടമാണ് തന്നെയാണ് ഈ നുണക്കുഴി എന്ന് പറയുന്നത്. വിശ്വസിച്ച് ധൈര്യത്തിൽ ടിക്കറ്റ് എടുക്കാം. ഫാമിലിയായിട്ട് 100% വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാം. കാരണം എനിക്ക് ഇൻ്റർവ്യൂവിൽ പെട്ടെന്നായ പോലെ തോന്നി. പക്ഷേ ഇൻ്റർവ്യൂവിന് ശേഷം ഒരു പടം തീരില്ലേ എന്നുള്ള കാര്യം തോന്നിപ്പോയി. അത്രയൊരു എൻഗേജിങ് ആണ് ആ പടം. അടുത്ത് എന്താണ് നമ്മൾ ക്ലൈമാക്സ് വരുമ്പോൾ ഇന്നതാണെന്ന് അറിയാം. കാരണം ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ പടം ബിൽഡ് ചെയ്ത് ആ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ജിത്തു ജോസഫ് 100% വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇതിൽ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇതിൽ മറ്റ് ആക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അതിഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ഗ്രേസ് ആൻ്റണി ഒരു ഹോസ്പിറ്റലിലെ സീൻ വെച്ചിട്ട് ഒരു പരിപാടിയില്ല, അതൊക്കെ ഭയങ്കര അതിഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈജു ചേട്ടൻ്റെ ചില സമയത്തുള്ള കൗണ്ടറുണ്ട്. പുള്ളി പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരിക്കുന്ന സമയത്തുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെയാണ് പുള്ളി ആ ഒരു കഥാപാത്രം ആ ഒരു ലെവലിലുള്ള ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു കഥാപാത്രം പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പടം എൻറ്റയർലി എൻഗേജ്ഡാണ്. എന്നുവെച്ചാൽ കൊടുത്ത പൈസ മുതലായി എന്ന് തന്നെ പറയാം. കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയ പടം വാഴ എന്ന് പറഞ്ഞ പടവും ഈ ഒരു പറഞ്ഞ പടവും ഇപ്പോൾ നല്ല അഭിപ്രായം നേടിക്കൊണ്ട്, വാഴ കണ്ടിട്ടുള്ള കാണണം, തങ്കലാൻ ഇറങ്ങിയിട്ടത് കാണണം, പിന്നെ ഈ പറഞ്ഞ ഡിമാൻഡ് കോളനി 2 അതും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ലൊരു റിവ്യൂ ആണ് വരുന്നത്, എല്ലാം നല്ലൊരു തന്നെയാണ് പറഞ്ഞത്. തമിഴ്നാട്ടിന് ഒരു ആ ഇന്ത്യൻ 2 കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ ഞാറിയിരിക്കുന്ന സമയത്ത് അതിനൊരു പിക്കപ്പ് എന്നുള്ള ലെവലാണ് ഇപ്പോൾ തങ്കലാനും നമ്മുടെ ഡിമാൻഡ് കോളനിയും വന്നിട്ട് നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട് ഒരു പടം. മലയാളത്തിൽ കൈത്താങ്ങായിട്ട് ഇപ്പോൾ 2 വാഴ എന്ന് പറഞ്ഞ പടവും ഈ പറഞ്ഞ നുണക്കുഴി എന്ന് പറഞ്ഞ പടവും നിലവിൽ വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഉഗ്രൻ സ്ക്രിപ്റ്റാണ്.
ഇത് ശരിക്കും ഇങ്ങനെയുള്ളൊരു പടം എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കണക്റ്റ് ആവും, മനസ്സിലാവണം ഇത് എന്താ ഇവർ കാണിക്കുന്നത്. കുറേ അങ്ങോട്ട്, കുറേ ഇവിടെ, കുറേ അത്, കുറേ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് കണക്റ്റ് ആവണം. കണക്റ്റ് ആയില്ലെങ്കിൽ ആ പടം ഫ്ലോപ്പാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. ഓ ഇന്ന സീൻ കഴിഞ്ഞ് ഇന്ന സീൻ, ഇന്ന സീൻ കഴിഞ്ഞ് ഇന്ന സീൻ, ഇന്ന സീൻ, ഇന്ന സീൻ, അത് നമുക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവും. ഞാൻ പറഞ്ഞു ഇതൊരു, കാരണം ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ പുള്ളിൻ്റെ വലിയ എല്ലാ തവണയും കാണിക്കുന്ന ഒരു എന്താ പറയുക സ്ഥിരം പാറ്റേണിലാണ് പുള്ളി പോകുന്നത്. അങ്ങനെ വലിയൊരു അഭിനയ മികവില്ല, പക്ഷേ പുള്ളിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാ പുള്ളിൻ്റെ നാച്ചുറലായിട്ടുള്ള ഇതായിക്കോട്ടെ, പുള്ളിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് പുള്ളിന് നമുക്ക് പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരും. കാരണം ബേസിൽ ജോസഫിനെ ആ ഒരു കാണിക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ചിരിക്കുകയാണ്. കാരണം പുള്ളി ചെയ്ത ഒരു ക്യാരക്ടർ ബേസ് എല്ലാം ആ ഒരു രീതിയിലായതുകൊണ്ട് അത് ഭയങ്കര രീതിയിൽ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട് ബേസിൽ ജോസഫിന്. പിന്നെ ബേസിൽ ജോസഫ് തിരഞ്ഞെടുക്കുന്ന പടങ്ങൾ അങ്ങനെയാണ്. തിയേറ്ററിലെ ആൾക്കാരിനെ കയറ്റാൻ പറ്റിയ ഒരു നടൻ എന്ന് വെച്ചാൽ ഒരു സിംപിൾസിറ്റി നടൻ എന്നുള്ള ലെവലിൽ ബേസിൽ ജോസഫ് തന്നെയാണ് ഫാമിലി ഓഡിയൻസിന്. നേരത്തെ ദിലീപേട്ടനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അത്, പക്ഷേ ഇപ്പോൾ ബേസിൽ ജോസഫാണ്. കാരണം പുള്ളി തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങനത്തെയുള്ള സ്ക്രിപ്റ്റുകളാണ്. ആ ഒരു ഫാമിലി ഓഡിയൻസ് ചിരിക്കേണ്ടത്, അത്യാവശ്യം ഫീൽ ഗുഡ്, ഈ ലെവലിലൊക്കെ എടുക്കുമ്പോൾ ആ ലെവലിലുള്ള ഓഡിയൻസ് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം തിയേറ്ററിൽ അത്രയും ഓളമാണ്. ബേസിൽ ജോസഫിന് ഓരോരോ ആംഗ്യങ്ങളും ആക്ഷനും എല്ലാം കാണുമ്പോൾ വലിയൊരു അഭിനയ മികവല്ല, പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചു പോകുന്ന ആൾക്കാർ അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ഒരു സെറ്റപ്പൊന്നുമില്ല. ഇതെല്ലാം ആ ഒരു ഇതിൽ നടന്നു പൊക്കോണ്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു ഡേ, ഒരു നൈറ്റ്, ചെറിയൊരു ഡേ, ഇതാണ് ഈ പടം. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു പടത്തിലൂടെ പറഞ്ഞു പോകുന്നത്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ചിരിച്ച് മരിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ലെവലിലാണ് ഈ ഒരു പടം വന്നിരിക്കുന്നത്. കാരണം ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പിന്നെ ഒരു ചിരി എന്ന് പടത്തിയത് ഈ ഒരു പടം വന്നതിന് ശേഷമാണ്. എന്തായാലും ഇവിടെ എല്ലാ ഫാമിലി ഓഡിയൻസിനും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ പടം എടുത്തു വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ, ത്രില്ലർ, കോമഡി, എൻ്റർടൈനർ, ഇതാണ് പടത്തിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അതും എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ഒരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വരുന്നതും. അതുകൊണ്ട് നിർത്തുന്ന ഒരു പോർഷനും അതും ഗംഭീരമായിട്ടുണ്ട്. കാരണം നമുക്ക് അടുത്തേക്ക് ഒരു ഇതുണ്ടല്ലോ. പിന്നെ നിഖില വിമൽ പുള്ളിക്കാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ലേന നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും അടിപൊളിയുണ്ട്. എന്തായാലും അതിൻ്റെ ആ ഒരു കോംബോ, ആ ഒരു രീതി എല്ലാം, ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ, ഇതെല്ലാം സൂപ്പറായിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ച്.